ചിരട്ട ഒരച്ച് എന്താ ശബ്ദം എന്ന് പറയിപ്പിക്കുന്നുണ്ട്. അനങ്ങാതെ നടന്ന ആരാ നടത്തുന്നത്? ഇതിന് ശബ്ദശാസ്ത്രം എന്നാ പറയാ. ഭാരതത്തിൽ ശബ്ദശാസ്ത്രം പരമകാഷ്ഠയിലെത്തിയിരുന്നു. ശബ്ദശാസ്ത്രത്തിലെ ഗ്രന്ഥം എഴുതിയ ഒരു വ്യക്തിയാണ് ദശരഥൻ. ആ ദശരഥന് കുടത്തിൽ വെള്ളമെടുക്കുന്ന ശബ്ദം ആന വെള്ളം കുടിക്കുന്ന ശബ്ദവുമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചില്ല. അർത്ഥം മനസ്സിലായി? ഇത് തമ്മിൽ തിരിച്ചറിയാൻ സാധിച്ചു. ശബ്ദശാസ്ത്രത്തിൽ ഇത്രയും പ്രാവീണ്യം നേടിയ വ്യക്തിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അറിഞ്ഞൂടാ. അതുകൊണ്ട് ആന വെള്ളം കുടിക്കുകയാണെന്ന് വിചാരിച്ച് അസ്ത്രം എയ്തു. കൊണ്ടത് ഋഷിയുടെ മകന്റെ നെഞ്ചത്ത്. ഒരസ്ത്രം എയ്താലൊന്നും ഋഷിയുടെ മകൻ മരിക്കേണ്ടതല്ല. പക്ഷേ അവിടെ ഋഷിയുടെ മകൻ മരിച്ചു. ആ മരണം ദശരഥൻ കണ്ണു കാണാൻ പറ്റാത്ത ഋഷിയുടെ മുമ്പിൽ മകന്റെ ശരീരം കൊണ്ടുവച്ചപ്പോൾ ദശരഥനാണ് എംപറർ, ചക്രവർത്തി. ദശരഥന്റെ പേരെന്താ ശരിക്ക്? നേമിരാജൻ. ദശരഥൻ എന്ന പേരുണ്ടായത് എന്തുകൊണ്ടാ? കിഴക്ക് തെക്ക്, തെക്ക് തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക്, വടക്ക് വടക്ക് കിഴക്ക്, മുകളിലെ ചുവട്ടില് 10 ദിശയിൽ നിന്ന് ആര് ദശരഥനെ ആക്രമിച്ചാലും ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്തവരെ കീഴ്പ്പെടുത്താനുള്ള കഴിവുള്ളത് കൊണ്ടാണ് 10 ദിശയിൽ നിന്ന് രഥത്തിൽ ആൾക്കാർ വന്നാലും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ദശരഥൻ എന്ന് പേര് കൊടുത്തത്. ആ ദശരഥനാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നറിഞ്ഞു എങ്കിലും അറിയാതെ ആ സന്യാസി ശപിച്ചു. എന്തുകൊണ്ട് ശപിച്ചു അറിഞ്ഞൂടാ. എന്തായിരുന്നു ശാപം? എന്നെ പോലെ നീയും പുത്രദുഃഖത്തിൽ മരിക്കും. ഭയങ്കര രസാണ് ആ നിയതി. രസം എന്ന് വെച്ചാൽ സന്തോഷം എന്ന അർത്ഥത്തിലല്ല, ഇതിങ്ങനെ വരുന്ന ആ രീതി. ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ദശരഥൻ ഒരിക്കലും തന്റെ ഭാര്യയെ യുദ്ധത്തിന് കൊണ്ടുപോകാറില്ല. ആ ഒരു പ്രാവശ്യം മാത്രം ദശരഥൻ കൈകേയിയെ കൊണ്ടുപോയി. കൈകേയി ആരാണ്? ഝാൻസി റാണിയേക്കാൾ കപ്പാസിറ്റി ഉള്ള സ്ത്രീയാണ്. കേകയ രാജാവ് 12 മാസത്തില് 8 മാസവും വിദേശ പര്യടനം നടത്തുമ്പോൾ ആ 8 മാസവും അന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ രാജ്യമായ കേകയ രാജ്യം ഭരിച്ചത് കൈകേയി ഒറ്റയ്ക്ക. ഒരു രാജ്യം ഭരിക്കാൻ കപ്പാസിറ്റിയുള്ള കൈകേയിയാണ്. ആ കൈകേയി യഥാർത്ഥത്തിൽ ദശരഥന്റെ കൂട്ടത്തിൽ ചെന്നു. അന്നുവരെ ദശരഥന്റെ രഥത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അന്ന് മാത്രം അതിന്റെ ആണി ഇളകിപ്പോയി. ആ ആണിയെ പിടിച്ചു നിർത്താൻ കൈകേയി ഇല്ലായിരുന്നു എങ്കിൽ ദശരഥന്റെ കാര്യം കൃഷ്ണാരാമ ഗോവിന്ദ. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? അത് തന്നെ. ആ കൈകേയി യുദ്ധം കഴിഞ്ഞതിന് ശേഷം തന്റെ ഭാര്യയാണ് കൈകേയി. അപ്പോ കൈകേയിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് വെൽ ഡൺ, മൈ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനു പകരം ദശരഥൻ എന്താ ചെയ്തത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്, 2 വരം നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. പറയേണ്ട വല്ല കാര്യമുണ്ട്? ഇപ്പൊ എന്റെ ഭാര്യ എനിക്ക് ചായ ഉണ്ടാക്കി തന്നു, തറക്കേടുണ്ടാവാറില്ല. അത് കുടിച്ചു കഴിയുമ്പോ ഞാൻ ഉടനെ ഈ വരം കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞങ്ങോട്ട് തീർത്താ പോരെ. ആവശ്യമില്ലാതെ ഈ വരം എഴുന്നള്ളിച്ച് പോയെന്തിനാ അറിഞ്ഞൂടാ. വരം കൊടുക്കാമെന്ന് പറഞ്ഞതും കൈകേയിക്ക് അപ്പുറത്തന്നെ വേണമെങ്കിൽ മേടിക്കായിരുന്നു. എല്ലാവരും പറയുന്നു 916, ഞങ്ങൾ നൽകുന്നു 916. അത് മേടിച്ച പ്രശ്നം തീരുമായിരുന്നു. പക്ഷെ ആ അമ്മച്ചിയാണെങ്കിൽ പറഞ്ഞു ഇപ്പൊ എനിക്ക് വേണ്ട, പിന്നെ മതിയല്ല. അപ്പൊ തന്നെ വേണമെങ്കിൽ ദശരഥന് പറയാമായിരുന്നു ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ മേടിച്ചോളണം, പിന്നെ തരുന്ന പ്രശ്നമില്ല. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മകനാണെങ്കിലും അപ്പപ്പോ ഉള്ള കാര്യം അപ്പപ്പോ പിന്നീട് വെച്ചാൽ ഏത് ആരെയാ ഉണ്ടാവുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് സോൾവ് ചെയ്യുന്നതിന് പകരം ഓക്കെ വെരി ഗുഡ്, വെന്നെവർ യു വാണ്ട് ഐ വിൽ ഗീവ് യു എന്ന് പറഞ്ഞ് എഗ്രി ചെയ്തു. ദശരഥനല്ലേ ചെയ്യേണ്ടിയിരുന്നോ? അപ്പപ്പോ ഉള്ളത് തീർത്താ പോരായിരുന്നോ? കൈകേയി ശ്രീരാമന്റെ അടുത്ത് ഇത്രയും ബഹുമാനമുള്ളൊരു വ്യക്തിയാണ് കൈകേയി. 40 വർഷമായിട്ട് മന്ദര കൈകേയിയുടെ കൂട്ടത്തിലുണ്ട്. 40 വർഷമായിട്ട് മന്ദര കൈകേയിയുടെ കൂട്ടത്തിലുണ്ട്. ഒരിക്കൽ പോലും മന്ദര കൈകേയിയെ ദുഷ്ടലക്ഷ്യത്തോടു കൂടി ഉപദേശിച്ചിട്ടില്ല.
അന്ന് മാത്രം ഉപദേശിച്ചു. എന്ത്? ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണം, നിന്റെ മകനെ രാജാവാക്കണം. ഇത് അമ്മച്ചിക്ക് ഒഴിവാക്കി കൂടായിരുന്നോ? കൂടായിരുന്നു. അവിടെ അങ്ങനെ പറയേണ്ടത് ആവശ്യം. അന്ന് യഥാർത്ഥത്തില് ശ്രീരാമന്റെ പട്ടാഭിഷേകം നടന്നിരുന്നു എങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ലാതെ നടക്കുമായിരുന്നു. പക്ഷെ അടുത്ത ദിവസത്തേക്ക് വെച്ചതുകൊണ്ട് അന്ന് രാത്രി കൈകേയിയുടെ മനസ്സ് മാറി. എന്തിനായി അടുത്ത ദിവസത്തേക്ക് വെച്ചത്? നേരത്തെ തന്നെ അങ്ങോട്ട് തീർത്തുകൂടായിരുന്നോ? തീർക്കാൻ പറ്റില്ല. അപ്പോ ഈ ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കേണ്ടത് ആവശ്യമായിരുന്നു. സീതയോട് രാമൻ പറഞ്ഞു, നീ വരണ്ട, വൈദേഹി പോരേണ്ട ബാലേ വൈദാഹ ശാന്തിക്കുപായങ്ങളില്ലേ. ഇത് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോ അത് സീതയോട് ഭംഗിയായിട്ട് പറഞ്ഞു. അപ്പ സീത പറഞ്ഞു, ശ്രീരാമനില്ലാത്ത സീത ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ശ്രീരാമൻ ഏതു പന്താവിലൂടെയാണോ നടക്കുന്നത്, ആ പന്താവിലൂടെ പോകുമ്പോൾ മുമ്പിലുള്ള കല്ലും മുള്ളും ഇലയും മാറ്റാനാണ് ജനക മഹാരാജാവ് എന്നെ അങ്ങയ്ക്ക് വിവാഹം കഴിച്ചു തന്നത് എന്നാണ് ജാനകി പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇന്നത്തെ ഭാര്യമാരെ പോലൊന്നുമല്ല, വളരെ നല്ല ക്വാളിഫൈഡാ. അതായത് ശ്രീരാമൻ സഞ്ചരിക്കുന്ന പന്താവില് കല്ലും മുള്ളും ഇലയും ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടാണ് നിന്നെ ഞാൻ അവതാരമായ ദശരഥപുത്രനായ കോസല രാജപുത്രനായ ശ്രീരാമന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ധർമ്മബോധത്തോടുകൂടി വളർത്തിയ ജനക മഹാരാജാവ് ഭഗവത്ഗീതയില് ഒരു പൂർവകാല രാജാവിന്റെ പേരേ പറയുന്നുള്ളൂ, അത് ജനകന്റെയാണ്. ഭഗവത്ഗീതയില് ജനകാദയ എന്ന് കർമ്മയോഗത്തിൽ പറയുന്നുണ്ട്. ആ ജനകൻ എന്നെ അങ്ങയെ ഏൽപ്പിച്ചത് അങ്ങ് പോകുന്ന സ്ഥലം പെർഫെക്റ്റ് ആക്കാനാണ്. അത് കാരണം അങ്ങ് എവിടെയാണോ അവിടെ സീതയുണ്ട്. സീത പോയിരുന്നില്ല എന്ന് വിചാരിക്കാം. സീത രാമനോട് പറയാം, ഓക്കെ, ഗോ എഹെഡ്. ആഫ്റ്റർ 14 years we will meet each other and till then goodbye എന്നെങ്ങാനും പറഞ്ഞിരുന്നു എങ്കിൽ സീതയെ ആരാ കട്ടുകൊണ്ടുപോവുക? രാവണൻ കട്ടുകൊണ്ടുപോവില്ല. കാരണം രാമന്റെ കൂട്ടത്തിൽ സീതയില്ല. അങ്ങനെ ആ സീത രാമന്റെ കൂട്ടത്തിൽ വരിക. ഇനി വേറെ സിമ്പിളായിട്ടൊരു ചോദ്യമുണ്ട്. എന്തിനാ ഈ ലക്ഷ്മണൻ കെട്ടും പറക്കി ശ്രീരാമന്റെ കൂട്ടത്തിൽ പോയത്? അങ്ങേർക്ക് ഇവിടെ ഇരുന്നൂടായിരുന്നോ? അങ്ങേരുണ്ടായിരുന്നത് കൊണ്ടാണ് സീതയെ ശ്രീരാമൻ ലക്ഷ്മണന്റെ കൂട്ടത്തിൽ ഏൽപ്പിച്ചിട്ട് നിന്റെ സാന്നിധ്യത്തിൽ സീത സുരക്ഷിതയാണ്, ഞാൻ ആ മാനിനെ പിടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയത്. ഒരു പക്ഷെ ലക്ഷ്മണൻ ഇല്ലായിരുന്നെങ്കിൽ സീതയെ രാമൻ കൂട്ടത്തിൽ കൊണ്ടുപോകുമായിരുന്നു. സീതയെ രാമൻ കൂട്ടത്തിൽ കൊണ്ടുപോയാൽ ഏത് രാവണനാ സീതയെ പിടിച്ചുകൊണ്ടുപോവാ? അപ്പൊ ലക്ഷ്മണൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ലക്ഷ്മണൻ ഒരു വര വരച്ചു. അതിന് പറയുന്ന പേര് ലക്ഷ്മണരേഖ. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എല്ലാവരും വര വരയ്ക്കുക. അതിന്റെ പേര് ലക്ഷ്മണരേഖ എന്നല്ല, പല രേഖയാണ്. വെളിയം രേഖ, ജേക്കബ് രേഖ, ജോസഫ് രേഖ, അതൊന്നും ലക്ഷ്മണരേഖയല്ല. അങ്ങനെ ഒരു രേഖ വരച്ചു. വരച്ചതിന് ശേഷം ശ്രീരാമൻ ഭംഗിയായിട്ട് ലക്ഷ്മണനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സാന്നിധ്യത്തിൽ സീത സുരക്ഷിതയാണ്, നീ എവിടെ പോകുന്നോ അവിടെ സീത ഉണ്ടായിരിക്കണം. നിർഭാഗ്യവശാൽ ഹേ രാമ, ഹേ ലക്ഷ്മണ എന്ന് പറഞ്ഞ് ഈ മാൻ കരഞ്ഞപ്പോൾ ശ്രീരാമൻ ഒറ്റയ്ക്ക്, ലക്ഷ്മണൻ ഒറ്റയ്ക്ക് ശ്രീരാമന്റെ അടുത്ത് പോയി. അപ്പൊ സീത ഇവിടെ ഒറ്റയ്ക്കായി. അപ്പൊ ഈ കാർന്നോര് കട്ടുകൊണ്ടുപോയി. നേരെ മറിച്ച് ഇത് കൂട്ടത്തിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എങ്കിൽ എന്ന വാക്കാ പറഞ്ഞത്. എന്തിനാ ഇത്രയും പറഞ്ഞറിയോ? ഡെസ്റ്റിനി, നിയതി, വിധി, ഇത് എങ്ങനെയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് രാമായണം മൊത്തം ശ്രമിക്കുന്നത്. ഒരു ജന്മത്തിന്, ഓരോരുത്തരുടെയും ജന്മത്തിന് ലക്ഷ്യമുണ്ട്. ആ ജന്മലക്ഷ്യമാണ് നിങ്ങളും ഞാനും നമ്മുടെ പ്രധാനമന്ത്രിയും, പ്രധാനമന്ത്രിയെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും, അപ്പുറത്തുള്ളവരും, ഇവിടുത്തെ മുഖ്യമന്ത്രിയും എല്ലാം ഓരോരുത്തർക്കും ഓരോ ജന്മലക്ഷ്യമുണ്ട്. ഇത് നമ്മളൊന്ന് ചിന്തിച്ചു എന്ന് വിചാരിക്കുക. അപ്പോഴാണ് കയ്യ് കെട്ടിയിരുന്ന് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. അപ്ലൈഡ് ധർമ്മശാസ്ത്രം. ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അനുഭവിച്ചത് എന്തിന്,
അനുഭവിക്കാൻ വേണ്ടിയാണ് സർ നിങ്ങൾ വന്നത്. ഞാൻ എന്തെല്ലാം ചെയ്തു, എന്തു ചെയ്തോ അതിനു വേണ്ടിയാ നിങ്ങൾ ഇവിടെ വന്നത്. ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ, ആ കാറ്റഗറിയിലാ നിങ്ങളെ പണ്ടേ പെടുത്തിയിരിക്കുന്നത്. അത് കാരണം വിഷമിക്കേണ്ട. അല്ല, ഗോപാലകൃഷ്ണന് ചായയും കാപ്പിയും ഉണ്ടാക്കി കൊടുത്തു, അത് നിങ്ങളുടെ തലവിധിയാ. നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്യണമെന്ന്. ഈ ഒരു ഡെസ്റ്റിനി, നിയതി, വിധി, അല്ലെങ്കിൽ ബാക്കിയെല്ലാം അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് ഈ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത്യത്ഭുതകരമായ ജീവിത സന്ദേശം നമുക്ക് ലഭിക്കും. അത്യത്ഭുതകരമായ ജീവിത സന്ദേശം നമുക്ക് ലഭിക്കും. രമണ